ഹലോ, നമസ്കാരമുണ്ട്. നമ്മുടെ അമേരിക്കയിലത്തെ ഫ്ലോറിഡയിലെ ഒരു ദിവസം ഒരു വൈകുന്നേരമായപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിനകത്ത് കുറച്ച് പിള്ളേർ സെറ്റ് നോക്കി ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു അമ്മച്ചി അമ്മച്ചി എന്ന് പറയാൻ പറ്റില്ല, മധ്യവയസ്ക, സുന്ദരിയായ മധ്യവയസ്ക ഇങ്ങനെ നടന്നു വരിക. അപ്പോൾ ഈ പിള്ളേർ ഉൾപ്പെടെ ആബാലവൃദ്ധ ജനങ്ങൾ ഉൾപ്പെടെ വായി നോക്കി ഇങ്ങനെ സിഗരറ്റും വലിച്ചൊക്കെ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ നോക്കിക്കുക. ഓ, എന്ത് സൗന്ദര്യ, മാതക റാണിയല്ലേ വരണേന്നും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും നോക്കി. അപ്പോൾ നമ്മുടെ അപ്സരസായ മധ്യവയസ്ക നോക്കിയപ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് നോക്കുന്നുണ്ട്. ആളും ഹാപ്പിയായി. അങ്ങനെ അടിപൊളിയായിട്ട് ആളും ഒരു ആത്മനിർവൃതിയിൽ നൈസായിട്ട് വണ്ടി കിടന്ന ആളങ്ങോട്ട് പോയി. വണ്ടി അങ്ങോട്ട് കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ പതുക്കെ പുറകിലത്തെ സീറ്റിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്, വണ്ടി ലെഫ്റ്റിലേക്ക് വിട്, വണ്ടി റൈറ്റിലേക്ക് വിട്. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ നല്ല കേട്ടുപിടിച്ചുള്ള ശബ്ദം. അത് വേഗം മിററിലേക്ക് നോക്കി. അപ്പോൾ ബാക്കിലേക്ക് വ്യൂ ഉണ്ടല്ലോ, നോക്കി കഴിഞ്ഞപ്പോൾ ഇവരുടെ പഴയ ഭർത്താവ്, എക്സ് ഭർത്താവ്, ആരായിട്ടുള്ള കേസാണോ കോടതിയിൽ നടക്കുന്നത് ഡിവോഴ്സിന് വേണ്ടിയിട്ട്, അയാൾ വണ്ടിയുടെ പിന്നിരുന്നിട്ട് വണ്ടി അങ്ങോട്ട് പോട്ടെ, വണ്ടി ഇങ്ങോട്ട് പോട്ടെ എന്ന് പറയാം. പെണ്ണുമ്പിള്ള പറഞ്ഞു, തന്നെ കൊണ്ട് വലിയ ശല്യമല്ലോ, തൻ്റെ ശല്യം സഹിക്കാഞ്ഞിട്ടല്ലേ ഞാൻ ഈ പണി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിട്ടിട്ട് പോണത്. തനിക്കിന് എന്തിനാ തന്നെ, പിന്നെ കോടതി ഇത് പ്രകാരം നമ്മൾ തമ്മിൽ കാണാനും മിണ്ടാനും ഒന്നിനും പാടില്ല, താൻ എന്ത് കണ്ടിട്ടാ അത്, ഇറങ്ങി പോടാ വണ്ടിയിൽ നിന്ന് പറഞ്ഞു. ഇയാൾ നൈസായിട്ട് തോക്ക് ഇങ്ങനെ പള്ളക്ക് ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞേ, മോളെ നീ വണ്ടി ഒതുക്കിയില്ലെങ്കിൽ നിന്നെ ഞാൻ ഒതുക്കും, മര്യാദയ്ക്ക് വണ്ടി ഒതുക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ രണ്ടും കൽപ്പിച്ചാൽ വന്നിട്ടില്ലെന്ന് മനസ്സിലായി. നമ്മുടെ ശാലീന സുന്ദരിയായ മധ്യവയസ്ക പെട്ടു, സന്തൂർ മമ്മി പെട്ടു. സന്തൂർ മമ്മി അപ്പോൾ നൈസായിട്ട് ഇവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച്, നമ്മൾ ഇത്ര കാലം ഒരുമിച്ച് ജീവിച്ചല്ലേ സേട്ടാ, നമുക്കെല്ലാം സെറ്റാക്കാം, പറഞ്ഞ് സെറ്റാക്കാം, സമാധാനപ്പെട് എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി ഇങ്ങനെ പതുക്കെ കൊണ്ടുപോയിട്ട് ഒരു സൈഡിൽ ഒരു കാർ പാർക്കിങ്ങിൽ, വാൾമാർട്ടിൻ്റെ ഉദാഹരണത്തിന് വാൾമാർട്ട് എന്ന് പറയാം നമുക്ക്, അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി അങ്ങോട്ട് ഒതുക്കി. വണ്ടി ഒതുക്കിയിട്ട് അവർ തമ്മിൽ കുറേ നേരം സംസാരിച്ചു. ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടന്നു. അതിനുശേഷം അവർ തമ്മിൽ ഒരു ധാരണയായി. എന്നിട്ട് പറഞ്ഞു, അവസാനം ഇയാൾ ഇറങ്ങി പോകുമ്പോൾ പറഞ്ഞു, ഓക്കെ, അപ്പോൾ നീ ഇത് പോലീസിനോടൊന്നും ഒരു കാരണവശാലും നമ്മൾ മീറ്റ് ചെയ്ത് പറയരുത്, എന്നാൽ പിന്നെ ഓക്കെ ഞാൻ എന്നാൽ പോയേക്കാം എന്നും പറഞ്ഞിട്ട് ഇയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇയാളുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളാണ്. അതായത് കുറച്ച് തുണികൾ, പിന്നെ കുറച്ച് ടൂൾസ്, പിന്നെ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ, ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ആളുകൊണ്ട് പോയി. ഇത്രയും കണ്ടിട്ട് ഈ നമ്മുടെ സന്തൂർ മമ്മി നൈസായിട്ട് വണ്ടി എടുത്തിട്ട് പോയി. വണ്ടി എടുത്തിട്ട് നേരെ പോയത് പോലീസിലേക്കാണ് കംപ്ലയിൻറ്റ് ചെയ്യാൻ. എൻ്റെ എക്സ് ഭർത്താവ്, കേസ് നടക്കണ ഭർത്താവ് എന്നെ കിഡ്നാപ്പ് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് പരാതിപ്പെടാൻ പോയതാ. പക്ഷേ ഈ പരാതിപ്പെടാൻ പോയ അമ്മച്ചീനെ കാത്തിരുന്ന ഒരുപാട് ദുരൂഹതകൾ വേറെ കിടപ്പുണ്ട്. അപ്പോൾ അവിടേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാനിന്ന് കൊണ്ടുപോകുന്നത്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്ലോറിഡയിൽ 1990കളിൽ ഒരു സംഗതി ഉണ്ടാവുകയാണ്. വളരെ എന്താ പറയുക, ഒരു ബസ് ഡ്രൈവറും പിന്നെ ആളുടെ ഭാര്യയ്ക്കും കൂടിയിട്ട് ഒരു കുട്ടി ഉണ്ടാവുകയാണ്. മൈക്ക് വില്യംസ് ആണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി ചെറുപ്പം തൊട്ടേ പഠിക്കാനായിട്ട് നല്ല അടിപൊളി മിടുക്കൻ. അതോടൊപ്പം തന്നെ അത്ലറ്റിക്സിലേക്ക് എന്ന് പറഞ്ഞാൽ സൂപ്പർ. അതായത് അന്നത്തെ കാലത്ത് അമേരിക്കൻ ഫുട്ബോള്, നമ്മൾ ഈ കൈപിടിച്ച ഓർണ ഫുട്ബോൾ ഉണ്ടല്ലോ, ആ സാധനത്തിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി മച്ചാനാണ്. അങ്ങനെ ഈ മച്ചാൻ അടിപൊളിയായിട്ട് ഇങ്ങനെ വന്ന് മച്ചാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞു, ജോലിക്കും കയറി. അപ്പോൾ ഈ മച്ചാൻ്റെ കൂടെ തന്നെ ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ആത്മമിത്രമുണ്ട്. ഈ മൈക്കിൻ്റെ ആത്മമിത്രമാണ് ബ്രയാൻ എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ രണ്ടുപേരും അത്രയും ചങ്കാണ്, ചങ്കിലെ ചോരയാണെന്ന് പറയില്ല, ആ സെറ്റപ്പാണ്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഓരോ ക്ലാസ്സിൽ, 1ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചു. ഗ്രാജുവേഷൻ ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരും ജോലിക്ക് കയറി. അതായത് നമ്മുടെ മൈക്ക് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ജോലിക്ക് കയറിയത് റിയൽ എസ്റ്റേറ്റ്, വീടുകളൊക്കെ മേടിക്കുക വിൽക്കുക ആ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബ്രോക്കറേജിൻ്റെ ഒരു ഓഫീസിലാണ്. മറ്റോ കയറിയതാണെങ്കിലോ ആൾക്കാരെ ഇൻഷുറൻസ് എടുത്ത്, നമ്മുടെ നാട്ടിലെ LIC ഉണ്ടല്ലോ, അതേമാതിരി ഒരു ഇൻഷുറൻസ് ഏജൻ്റായിട്ടൊരു പുള്ളിയും അങ്ങനെ ജീവിതം തുടങ്ങി. ഏകദേശം ഒരേ സമയത്ത് തന്നെ രണ്ടുപേരും അവരുടെ മനസ്സിൻ്റെ ആ ഒരു ഇതുപോലെ എന്ന് പറഞ്ഞ പോലെ, ആ ഒരു മനസ്സിൻ്റെ ഐക്യം പോലെ തന്നെ അവർ ഒരേ സമയത്ത് ഓൾമോസ്റ്റ് അവർ കല്യാണം കഴിച്ചു. അതും രണ്ടുപേരും കെട്ടിയത് ചെറുപ്പം തൊട്ടുള്ള പ്രണയിനികളെ. അത് ഈ നാട്ടിൽ വലിയ ആനത്തിലെ കാര്യമൊന്നുമല്ല. അതായത് നമ്മളങ്ങനെ അറേഞ്ച്ഡ് മാരേജിലെ സെറ്റപ്പ് ഒന്നുമില്ലല്ലോ. നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ടു, കണ്ടു, വീട്ടിൽ വരുന്നത് ഞാൻ പെണ്ണായിട്ട് പോവാട്ടാ, ഇത്രയുള്ളൂടെ കല്യാണം. അപ്പോൾ അങ്ങനെ രണ്ടുപേരും ചെറുപ്പം തൊട്ടേ അറിയാവുന്ന ക്ലാസ്മേറ്റ്സിനെ അല്ലെങ്കിൽ ആ ഒരു പ്രണയിനികളെ അവർ സ്വന്തമാക്കി ഒരേ സ്ട്രീറ്റിൽ 4 വീട് അപ്പുറം ഇപ്പുറം ഗ്യാപ്പിൽ ഇവർ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മനസ്സിൻ്റെ ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കും. അത്രയും ക്ലോസ് അവർ, ഈ രണ്ടുപേരും, ഈ മൈക്കും നമ്മുടെ ബ്രയാനും. അപ്പോൾ അത് മാത്രമല്ല, അതായത് ഓൾമോസ്റ്റ് ഒരു 15 ദിവസത്തെ വ്യത്യാസത്തിലാണ് രണ്ടുപേരുടെ ഭാര്യമാരും പ്രസവിക്കുന്നത് ആദ്യത്തെ കുട്ടീനെ. അപ്പോൾ എങ്ങനെയുണ്ട് ഇവരുടെ ഐക്യം, എത്രത്തോളം ഐക്യം പോയിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ. അങ്ങനെ
നല്ല അടിപൊളിയായിട്ട് ഇവൻ റിയൽ എസ്റ്റേറ്റിലും മറ്റേ ഇൻഷുറൻസുമായിട്ടും സുഖമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുപ്രഭാതത്തിൽ നമ്മുടെ മൈക്കിൻ്റെ അപ്പൻ, ഞാൻ പറഞ്ഞില്ലേ വില്യംസ് എന്നുള്ള ആൾ, ബസ് ഡ്രൈവർ ആയിരുന്ന ആൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മരിക്കുകയാണ്. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ മൈക്കിന് ഒരു ചിന്ത വരികയാണ്, ഇതേപോലെ ഇനി ഞാനെങ്ങാനും പെട്ടെന്ന് തട്ടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ ഒറ്റയ്ക്കാവും, ഭാര്യയും മോളും ഒറ്റയ്ക്കാവും. അപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ ഉടനടി എന്ത് ചെയ്തു, നമ്മുടെ ബ്രയാൻ ഇതിൻ്റെ ആളല്ലേ, വിളിച്ചു പറഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം വെള്ളം കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ആളിയാ പപ്പ അങ്ങനെ മരിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ ഞാനെങ്ങാനും ഇങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം അനാഥാവില്ലടാ, അപ്പോൾ എന്തൊട്ട് ചെയ്യാം നമുക്ക്? അപ്പോൾ അവൻ പറഞ്ഞു, ഒരു പണി, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, ഒരു 5 ലക്ഷത്തിന് ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. വേണ്ട, നമുക്കൊരു പണിയാം, നമുക്കതൊരു 1 മില്യനും അതിൻ്റെ കൂടെ 2 ലക്ഷം ആഡ് ഓൺ ചെയ്യാം. അങ്ങനെ മൊത്തത്തിലൊരു 1.7 മില്യൻ്റെ ഒരു സാധനം അങ്ങ് പടയ്ക്കാം. അപ്പോൾ എന്തായാലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്നെയും നീ ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും ചാവില്ല, എന്നാലും ചത്താൽ തന്നെയും പേടിക്കണ്ട, ഇവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വകുപ്പ്, ഒപ്പം വീടിൻ്റെയും കൂടി കവറേജ് ഉണ്ടല്ലോ, അതുകൊണ്ട് അവർ സുഖമായിട്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയ സുഹൃത്ത് പറഞ്ഞ പ്രകാരം നമ്മുടെ ബ്രയാൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ മൈക്ക് പോയിട്ട് ഇൻഷുറൻസ് പോളിസി എടുത്തു. അങ്ങനെ എല്ലാം സെറ്റായി, വളരെ ഹാപ്പി ആയിട്ട് വീണ്ടും ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകണു. അപ്പോൾ ഈ ബ്രയാനും ഈ മൈക്കിനും ഒരു പ്രത്യേകതയുണ്ട്. രണ്ടുപേരും അത്യാവശ്യം നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് മൈക്കാണ് കൂടുതൽ അഡ്വഞ്ചറസിൻ്റെ ആൾ. അതായത് നമ്മുടെ നാട്ടിൽ മീൻ പിടിക്കാൻ പോകില്ലേ, അതുപോലെ ഇവർ ലേക്കിൽ താറാവിനെ പിടിക്കാൻ പോകും, ഡക്ക് ഹണ്ടിങ് അതിന് വേണ്ടി പോകും. അപ്പോൾ ഇവരിത് വളരെ എന്താ പറയുക, കാലങ്ങളായിട്ട് ഇതിൻ്റെ മിടുക്കന്മാരാണ്. അങ്ങനെ ഡക്ക് ഹണ്ടിങ്ങിന് ശരിക്കും പറഞ്ഞാൽ മൈക്ക് ആണ് ഇത് തുടങ്ങി വെച്ച ആൾ. പക്ഷേ ഇതിൻ്റെ കൂടെ കൂടിയതാണ് നമ്മുടെ ബ്രയാൻ എന്നുള്ള ആൾ, നമ്മുടെ ഇൻഷുറൻസ് ഏജൻറ്റ്. അങ്ങനെ ഈ മൈക്ക് ഒരു ദിവസം വീട്ടിൽ പറഞ്ഞു, ഞാൻ പോയിട്ട് കുറച്ച് താറാന് പിടിച്ചിട്ട് വരാം, എന്തെങ്കിലും ജോലിയൊന്നും ഇല്ലല്ലോ, പോയിട്ട് താറാന് പിടിക്കാം, നീ ഒരു മറ്റേ മസാലയും സാധനങ്ങളിലേക്ക് സെറ്റാക്കിക്കോ, നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും നല്ല അടിപൊളി താറാവും മപ്പാസ് പിടയ്ക്കാന്ന് പറഞ്ഞിട്ട് പെണ്ണുമ്പിള്ള ഇവിടെ മസാലയ്ക്ക് അരച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ വെളുപ്പാൻ കാലത്ത് പോകും ഹണ്ടിങ്ങിന്. അങ്ങനെ പോയി അവർ ഉച്ചയായിട്ടും ഇവരെ കാണണില്ല. എന്ത് ഇത്ര വൈകണേ, സാധാരണ നിലയ്ക്ക് 5-8 താറാവായിട്ട് വന്ന് പൊളിക്കേണ്ടതാണല്ലോ, അതെന്ത് പറ്റിയാവോ വെച്ച് ഭാര്യ ഇങ്ങനെ ഇരുന്ന്. കുറച്ച് കഴിയുമ്പോൾ ബ്രയാൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. ബ്രയാൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവൻ്റെ ഭാര്യയോട് ചോദിച്ചുടിയെ അവിടെ ചേട്ടണ്ടാ? അപ്പോൾ അവർ പോയില്ല, അവർ പോയിട്ട് കാണാനില്ല അവരെ എന്ന് പറഞ്ഞപ്പോൾ ഈ ബ്രയാൻ്റെ ഭാര്യ പറഞ്ഞു, അതിന് ചേട്ടൻ ഹണ്ടിങ്ങിന് പോയിട്ടില്ലല്ലോ, ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ചേടാ, അങ്ങനെ ബ്രയാനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ബ്രയാൻ പറഞ്ഞു, ഇന്ന് ഹണ്ടിങ്ങിന് പോയാ, അവ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊരു പണിയെന്ന് പറഞ്ഞപ്പോൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ബ്രയാൻ്റെ അപ്പനും കേട്ട് കുറച്ച് നാട്ടുകാരും കൂടിയിട്ട് നേരെ വിട്ടു. അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് തന്നിട്ടൊരു പിടുത്തില്ല. അപ്പോൾ അത് സംഗതി അത്ര പന്തിയല്ല എന്ന് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്തു, ഇവർ നേരെ പോലീസിലേക്ക് അറിയിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോലീസ് അന്വേഷണം തുടങ്ങി. ഒപ്പം തന്നെ അവിടുത്തെ നാട്ടുകാർ മൊത്തത്തിൽ കരക്കമ്പിയായി. കാരണം ഇവൻ ചെറുപ്പം തൊട്ടേ നല്ല അഡ്വഞ്ചറസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുത്തനാണ്. അപ്പോൾ നമ്മുടെ മൈക്കുമോനെ കാണാനില്ല എന്ന് പറഞ്ഞു. ഇനി ഏറ്റവും വിറ്റെന്താണെന്ന് വെച്ചെങ്കിൽ ഇവർ പോണ ഫ്ലോറിഡയിലത്തെ ലേക്ക് ഉണ്ടല്ലോ, അടിപൊളി ഒന്നാന്തരം മുതലക്കുളം 36,000 ഏക്കറാണ് ആ ലാൻഡ് കിടക്കണേ. അതിൻ്റെ ചുറ്റാണ് ഈ ലേക്ക് കിടക്കണേ. അവിടേക്കാണ് ഇവർ സാധനം പിടിക്കാൻ പോയേക്കണേ. അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് പോയി ആദ്യത്തെ ഒരു 9 മണിക്കൂർ അന്വേഷിച്ച് പിടിച്ച് കഴിഞ്ഞപ്പോൾ അവസാനം ചെക്കൻ്റെ ബോട്ട് കണ്ടു. സമാധാനമായി. ഈ ഭാഗത്ത് വള്ളി മുതലുണ്ടല്ലോ, ഒരു മനുഷ്യന് നടക്കാവുന്ന ഒരു പരിധി ഉണ്ടല്ലോ. അങ്ങനെ നേരെ അവിടെ ചെന്നിട്ട് കംപ്ലീറ്റ് ആ ഏരിയ മൊത്തം നോക്കി. എന്തിനു പറയണു, അന്നത്തെ കാലത്ത് ഹെലികോപ്റ്ററെ കൊണ്ടുവന്നിട്ടാണ് നോക്കണേന്ന്. അത്രയും ഭയങ്കര വിവാദമായി ഈ സംഭവം. അങ്ങനെ അടിപൊളിയായിട്ട് നന്ന ആഘോഷം, ഇങ്ങനെ എന്താ പറയുക, ആഘോഷം സോറിട്ടാ, നല്ല രീതിയിൽ ഇവർ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ബോട്ട് കണ്ടെടുത്തപ്പോൾ നോക്കിയപ്പോൾ ബോട്ടിലെ എൻജിൻ ഓഫായിട്ടുണ്ട്. പക്ഷേ ഫ്യൂവലുണ്ടെന്ന് ചോദിച്ചാൽ ഫ്യൂവലുണ്ട്, ഒരു പ്ലസ് ഒരു എക്സ്ട്രാ ഒരു ഫുൾ കന്നാസ് ഇരിപ്പുണ്ട്, എന്തിരിപ്പുണ്ട്, ഫ്യൂവൽ ഇരിപ്പുണ്ട്. പിന്നെ ഈ ബോട്ടുമ്മ ചെളി പറ്റി പിടിക്കാൻ അങ്ങനത്തേതായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഇവ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഇതിങ്ങനെ ഇവർ അന്വേഷിച്ച് നടന്നു. മണിക്കൂറുകളായി, ആഴ്ചകളായി. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അവസാനിപ്പിച്ചവർ തിരക്കില്ല. ഹെലികോപ്റ്ററെങ്കിലും തിരിച്ച് പാർക്കിങ്ങിൽ കൊണ്ടിട്ടു. പിന്നെ പതുക്കെ ഓരോരുത്തരായിട്ട് എന്നാൽ പിന്നെ നാളെ നോക്കാട്ടാന്നും പറഞ്ഞിട്ട് അങ്ങനെ പോണ അവസ്ഥയിൽ പോയി. അങ്ങനെ പോയി വന്ന അവസാനം നാട്ടുകാരെല്ലാവരും ഒരു തീരുമാനത്തിലെത്തുകയാണ്. കാരണം ഇതിൽ ഇക്കണ്ട മുതലകളുണ്ട്. അപ്പോൾ അവർ പിടച്ചിണ്ടാവും ഇവനെ, അല്ലാതെ വേറൊരു ഓപ്ഷൻ കാണുന്നില്ല. അപ്പോൾ ആ ഒരു നിഗമനത്തിലെത്തി. ആ സമയത്ത് ഇവൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മോൻ മൈക്ക് അവൻ്റെ അപ്പൻ്റെ കൂടെ 6 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ പരിപാടി ഇത്.
ഞാൻ പലപ്പോഴും അവനോട് പറയണം മോനെ മുതൽ പിടിക്കട്ടെ നിന്നെ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാം എൻ്റെ അമ്മേ നമ്മൾ പോണത് വെളുപ്പാങ്കാലത്താണ്. അമ്മയ്ക്ക് അറിയോ ഈ മുതലകൾ ക്രൊക്കോഡൈൽസ് ഒരു കാരണവശാലും തണുപ്പ് സമയത്ത് ഇവർ ഉറങ്ങുള്ളൂ, അനങ്ങാണ്ട് കിടക്കും. എന്നുവെച്ചാൽ ഇവരുടെ ബോഡിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയാൽ ഇത് തൊടില്ല, നമ്മളിത് തിന്നില്ല. ഇനി വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞങ്ങൾ താറാനെ പിടിച്ച് വീട്ടിൽ വന്ന് ഞങ്ങൾ രണ്ടെണ്ണം അടിച്ച് ഞങ്ങൾ ചൂടാവും. അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ട് ഇരുന്നോന്ന് പറയാം. അതുമല്ല 6 വയസ്സ് തൊട്ട് തുടങ്ങിയ അഭ്യാസമാണ് എൻ്റെ മോൻ. അവൻ ഒരു 10-20 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മുതലയുടെ വായിൽ പോയി ചാടി കൊടുത്തു പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്നുള്ളൊരു നിലപാടിൽ അമ്മ അങ്ങനെ എത്തുകയാണ്. പക്ഷെ എന്ത് ചെയ്യാം, അന്വേഷണം അങ്ങനെ ഗ്രാൻഡായിട്ട് നടന്നു. 1 മാസം കഴിഞ്ഞു, 2 മാസമായി, ഒരു നിവൃത്തിയില്ല. അപ്പോൾ പിന്നെ എല്ലാവരും ആ ഒരു ചാപ്റ്റർ മറന്നു തുടങ്ങി. കാരണം മറ്റു പലരും ആ ഭാഗത്തേക്ക് പിന്നെ ഡക്ക് ഹണ്ടിങ്ങിന് പോകാണ്ടായി. കാരണം ഇവിടെ മുതൽ ഭയങ്കര പ്രശ്നമാണ്, ഇവിടെ മൈക്ക് പോയിട്ടുള്ള അതിൻ്റെ പേരിൽ റിസ്ക് എടുക്കണ്ട എന്നുള്ള ആൾക്കാരാണ് പോകാണ്ടായി. അങ്ങനെയൊക്കെ ഇരിക്കെ ഒരു ദിവസം 6 മാസം 7 മാസമൊക്കെ സമയത്ത് നമ്മുടെ ഇവൻ ഇടുമ്പോൾ നമ്മൾ ഈ ഹണ്ടിങ്ങിന് പോകുമ്പോൾ ഇടുന്ന ഒരു ഡ്രസ്സ് ഉണ്ട്, പ്രത്യേകിച്ച് മീൻ പിടിക്കാനും പോകുമ്പോൾ വെയ്ഡ് എന്ന് പറയാൻ. അതായത് റബ്ബറിൻ്റെ ഒരു കുപ്പായം. നമ്മൾ വർഷാപ്പോലേക്ക് നമ്മളിങ്ങനെ ഇടില്ലേ, അടിയിൽ നിന്ന് കയറ്റിടുന്ന പോലത്തെ ഒരു സാധനം റബ്ബറാണ്, കംപ്ലീറ്റ് റബ്ബർ. ഉള്ളിലേക്ക് വെള്ളം, അവിടെ നിന്ന് ഇങ്ങോട്ടും വെള്ളമില്ല, ഇവിടെ നിന്ന് അങ്ങോട്ടും വെള്ളമില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ സാധനം. ആ സാധനം താഴ്ന്നു ഇട്ടിട്ട് ശേഷം ഇവിടെ നെഞ്ച് വരെ ഇങ്ങനെ നിൽക്കുക. പിന്നെ 2 സ്ട്രാപ്പ് ഉണ്ടാവുക. അപ്പോൾ ഈ സാധനം ഇട്ടിട്ടാണ് ഇവർ ഈ പണിക്ക് ഇറങ്ങിയത്. അപ്പോൾ ഈ സാധനം അവർക്ക് കിട്ടി. ഈ പറഞ്ഞ നമ്മുടെ മൈക്കിൻ്റെ വെയ്ഡ് ആ സാധനം അവർക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൈക്കിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഡ്രൈവിംഗ് അല്ല, ഹണ്ടിങ്ങിൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് പുള്ളി പോയി, എന്തായാലും മരണപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കിട്ടി. അപ്പോൾ പിന്നെ അവസാനത്തെ പ്രതീക്ഷയും അങ്ങനെ അവസാനിച്ചു. അങ്ങനെ എന്ത് ചെയ്തു വെച്ചെങ്കിൽ ഇവർ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെ കോടതിയിൽ സമീപിച്ചു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഉടുപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ആളെ കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദയവ് ചെയ്ത് തിറങ്ങാന്ന് വെച്ചാൽ ഭാര്യയ്ക്കും മക്കൾക്കും ജീവിക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ല. വീടിൻ്റെ മോർഗേജ് ആ പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തരണം എന്ന് പറഞ്ഞപ്പോൾ കോടതിയും ശരിയാണല്ലോ, അങ്ങനെ വിധിച്ചിട്ട് കോടതിയും ആ ഒരു എമൗണ്ട് അങ്ങനെ കൊടുത്തു. അങ്ങനെ 1.7 മില്യൺ മേടിച്ചുകൊണ്ട് നമ്മുടെ മൈക്കിൻ്റെ ഭാര്യ കഞ്ഞിയും കുടിച്ച് സുഖമായിട്ട്, വലിയ കുഴപ്പമില്ല. കാരണം ഇടയ്ക്കൊക്കെ ഒരു വിഷമയ്ക്ക് ഉണ്ടാവും, എത്രയും ഭർത്താവ് ഇങ്ങനെ പോയതല്ലേ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാലങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു വർഷം അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ആ സമയത്തൊക്കെയും ഇവൻ്റെ അമ്മ പറയുന്നുണ്ട് എൻ്റെ മോൻ എന്തോ പറ്റിയിട്ടുണ്ട്, അവന് മുതൽ പിടിക്കില്ല, അവന് വേറെന്തോ പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആരും പക്ഷെ മൈൻഡ് ചെയ്യുന്നില്ല. വയസ്സായൊരു അമ്മയുടെ ജൽപ്പനം എന്നുള്ള ലെവലിലായി മാറ്റിയിട്ടു. അത് കഴിഞ്ഞിട്ടൊരു ഏകദേശം 1 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ബ്രയാൻ്റെ ഭാര്യയും ബ്രയാനും തമ്മിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, കുടുംബമാണല്ലോ, അപ്പോൾ അസ്വസ്ഥതകൾ വന്നു. അങ്ങനെ എന്തിനു പറയണു, 1-2 പറഞ്ഞു അവരങ്ങ് സെപ്പറേറ്റായി, ഡിവോഴ്സായി അവർ തമ്മിൽ. അങ്ങനെ ഡിവോഴ്സായിട്ട് ആ പെണ്ണ് വേറെ എവിടേക്ക് എന്താ പറയുക താമസം മാറ്റി അവളങ്ങ് പോയി, ആ കൊച്ചിനും കൊണ്ട് അവളങ്ങ് പോയി. അങ്ങനെ ബ്രയാൻ വീട്ടിൽ ഒറ്റയ്ക്കായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ചെറുപ്പം തൊട്ടേ അറിയാവുന്ന ആൾക്കാരാ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ഇവർ, നമുക്കൊരു പണിയാം, നീ ഒറ്റയ്ക്ക് ഞാനും ഒറ്റയ്ക്ക്, നമുക്ക് വിരോധമില്ലെന്ന് വെച്ചാൽ നമുക്കെന്നാ ഒരുമിച്ചൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാം. നീ എന്തായാലും എത്ര കാലം നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കും, എൻ്റെ കയ്യിലും കാശുണ്ട് നിൻ്റെ കയ്യിലും കാശുണ്ട്, അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങ് മുന്നോട്ട് പോവാം എന്ന് പറയണേ. ബ്രയാൻ വന്നൊരു ഓപ്ഷൻ പറഞ്ഞു. ആദ്യം ഒന്നും ഈ പെണ്ണ് സമ്മതിച്ചില്ല. പിന്നെ ആലോചിച്ചപ്പോൾ ശരിയാ, കാരണം ചേട്ടൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞിട്ട് എത്ര കാലങ്ങൾ നിൽക്കുക, മോളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് വീണ്ടും ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകണ്ടേ, എന്താ പിന്നെ ഉള്ള സമയം കൂടി കുറച്ചും ലൈഫ് എൻജോയ് ചെയ്യാം, ലൈഫിൽ ഒരാൾ വേണമല്ലോ എന്നുള്ളതിലേക്ക് ഈ ബ്രയാനെ ഈ പെണ്ണ് കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ കല്യാണം കഴിച്ചു. അവർ ഒരുമിച്ച് വേറെ താമസമായി. ഈ വീട്ടിൽ നിന്ന് വില്യംസിൻ്റെ, അതായത് നമ്മുടെ മൈക്കിൻ്റെ വീട്ടിൽ നിന്ന്, ആദ്യ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ബ്രയാൻ്റെ വീട്ടിലേക്ക് പോയി അവർ. അങ്ങനെ കൊച്ചിനും കൊണ്ട് അവർ പോയി അവിടെ താമസമായി. അപ്പോൾ ഈ സമയത്തായപ്പോഴേക്കും ഈ അമ്മാമ്മയുടെ, അതായത് മൈക്കിൻ്റെ അമ്മയുടെ സകല കൂരും പൊട്ടി. അവർ വീണ്ടും ഇതിനകത്ത് ഒരുപാട് പ്രഷർ ചെലുത്തി. അവർ സ്പിൽ ബോർഡ് എന്ന് പറയും, നമ്മളിവിടെ ഹൈവേയിലേക്കും പോകുമ്പോൾ നമുക്കിങ്ങനെ LED സ്ക്രീൻ പോലെ കാണാൻ പറ്റും, ഇപ്പോഴും ഉണ്ട് അത്. അവിടേക്കും പരസ്യം കൊടുത്തു തുടങ്ങി, എൻ്റെ മോൻ മിസ്സിങ് ആണ്, അവനെ കണ്ടുപിടിക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അവർ പ്ലക്കാർഡ് പിടിച്ചിട്ട് ഒറ്റയ്ക്ക് ഒരു നിയമയുദ്ധം എന്ന് പറയില്ലേ, ഒറ്റയ്ക്ക് അവർ നമ്മുടെ നാട്ടിലെ സെക്രട്ടേറിയറ്റിൽ ഇവിടുത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ അവർ പോയിട്ട് ആണ് നിന്നു. അങ്ങനെയൊക്കെ നിൽക്കുക. അതുപോലെ പള്ളികളുടെ മുമ്പിൽ ഞായറാഴ്ചകളിലേക്ക് സൺഡേ മാസമൊക്കെ ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ഈ അമ്മച്ചി ഈ പ്ലക്കാർഡും കഴുത്തിൽ ഞാത്തിട്ടിട്ട് ഇങ്ങനെ നിൽക്കണത് ഒരു സ്ഥിരം കാഴ്ചയായി. പല ആൾക്കാർക്കും ഒരു കൗതുകവും, പല ആൾക്കാർക്കും ഒരു തമാശ, പല ആൾക്കാരും എന്തൊരു തള്ള കാണിക്കണേ എന്നുള്ള ലെവലിലും ഒക്കെ ആയി. അങ്ങനെ അതുകൊണ്ട് അമ്മച്ചി വിട്ടില്ല, അമ്മച്ചി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു. അപ്പോൾ ഇവരിപ്പുറത്ത് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഏത് മൈക്കിൻ്റെ ആദ്യ ഭാര്യയും നമ്മുടെ മറ്റവനും കൂടിയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അവർക്കൊരു കുട്ടിയുണ്ടായി. പക്ഷെ എന്നാലും അമ്മയുടെ സ്നേഹം എന്ന് പറയില്ല, നമ്മളമ്മമാരുടെ സ്നേഹവും കരുതലും
കുറച്ചല്ല നന്നായിട്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടത്, കാണാൻ വിട്ടുപോയിക്കോട്ടോ, ഇപ്പോഴേ പറഞ്ഞേക്കാം. അങ്ങനെ അമ്മയുടെ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഗവൺമെൻറ് ഈ കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവർ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, ഇവൻ്റെ വെയ്റ്റ്സ് കിട്ടില്ല, വെയ്റ്റ് മറ്റേ ഈ ഉടുപ്പ് കിട്ടിയില്ലോ, നോർമൽ ലെവലിൽ ആ ഉടുപ്പ് അവിടെ 6 മാസം മുങ്ങിക്കിടന്നാലുണ്ടാവുന്ന പൂപ്പലോ കാര്യങ്ങളോ പായലോ ഒന്നും ആ സാധനത്തിനില്ല. അതുമാത്രമല്ല, അവൻ്റെ ഹണ്ടിങ് ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞു. ഹണ്ടിങ് ലൈസൻസിനും നോർമൽ ലെവലിൽ വെള്ളത്തിൽ കുറേ കാലം കിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, ഇത് പക്ക ലെജിബിളായിരുന്നു. അതായത് നല്ല ക്രിസ്റ്റൽ ക്ലിയറിൽ സാധനമാണ് പോലീസിന് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ പറയണത് ഒരു കാരണവശാലും ഇങ്ങനെ വരില്ല, എൻ്റെ മോനെ കരയിലിട്ടിട്ട് ആരോ എന്തോ ചെയ്തിട്ടുണ്ട് എന്നാണ്. അതുമാത്രമല്ല, ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഒറ്റയ്ക്ക് മൈക്ക് ഹണ്ടിങ്ങിന് പോവില്ല, ആരെങ്കിലും കൂടി ഉണ്ടാവും. അന്ന് ബ്രയാൻ പോയില്ലെങ്കിൽ അടുത്ത ആള്, അതാണ് അവൻ്റെ സിസ്റ്റം. അങ്ങനെ ഒറ്റയ്ക്ക് എൻ്റെ മോൻ പോകില്ല എന്നുള്ള ആ ഒരു വിശ്വാസം, മകനിലുള്ള ആ ഒരു വിശ്വാസം കൊണ്ട് ഈ അമ്മ വീണ്ടും നടക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നിട്ട് പോലീസ് വീണ്ടും കേസ് റീ ഓപ്പൺ ചെയ്തു. വീണ്ടും നമ്മുടെ മൈക്കിൻ്റെ ആദ്യ ഭാര്യേനും അതുപോലെ തന്നെ നമ്മുടെ ബ്രയാൻ്റെ ഭാര്യേനും ബ്രയാൻ്റെ ആദ്യ ഭാര്യേനും ബ്രയാനും വിളിച്ചു, എല്ലാം ചോദ്യം ചെയ്തു. ഇവരൊക്കെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് പറയണത്, വീട്ടിൽ ഹണ്ടിങ്ങിനാന്ന് പറഞ്ഞിട്ട് പോയി. നോർമൽ ലെവലിൽ ബ്രയാൻ പോകുന്നുള്ളതിൽ ഇവർ ചോദിച്ചില്ല. പക്ഷെ അന്ന് ബ്രയാനോട് പറയാതെ ഇവൻ എന്തുകൊണ്ടോ ഒറ്റയ്ക്ക് പോയി. അവൻ്റെ കൂടെ ആരോ പോയിട്ടുണ്ട്, അത് ആരാന്ന് ഇവർക്കിട്ട് അറിയില്ല. അന്നത്തെ കാലത്ത് ഈ യൂട്യൂബും സാറ്റലൈറ്റും ഒന്നും ഇല്ലല്ലോ, അന്ന് കരക്കമ്പി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഈ സാധനം വീണ്ടും പോലീസ് ഒരു 3-4 മാസം അന്വേഷിച്ചിട്ട് ഒരു വകുപ്പില്ല. വീണ്ടും ഈ പോലീസ്, ഫ്ലോറിഡയിലത്തെ പോലീസ് കേസ് അങ്ങോട്ട് ക്ലോസ് ചെയ്തു. പിടികിട്ടാത്ത കേസാണ് അമ്മച്ചി എന്നും പറഞ്ഞിട്ട്. പക്ഷെ അമ്മച്ചി വിട്ടില്ല. നെക്സ്റ്റ് ഡേ എന്ന് പറയില്ലേ, ഈ സംഭവിച്ച് പിറ്റത്തെ ദിവസം തൊട്ട് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഗവർണർക്ക് ഈ പെണ്ണ് കത്തെഴുതി കൊണ്ടിരുന്നു എന്നുള്ളതാണ്. 1.5 വർഷത്തോളം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഡെയിലി എന്ന് പറഞ്ഞ മാതിരി കത്തുകൾ ഇങ്ങനെ എഴുതുകയാണ്, സെയിം മാറ്റർ പറഞ്ഞിട്ട്. എൻ്റെ മകനെ ആരോ അപായപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ മോൻ എന്ത് പറ്റിയിട്ടുണ്ട്, അന്വേഷിക്കണേന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത്ര ആയപ്പോൾ ഗവർണറുടെ അടുത്ത് കേസ് എത്തിയപ്പോൾ ഒരു ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും പറയില്ലേ, അങ്ങനെ ഈ സാധനം കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്തു. ആരും അറിഞ്ഞില്ല, പരമരഹസ്യമായിട്ട് അടുത്തൊരു സെക്ഷനിലേക്ക് ഈ സാധനം ചെയ്തിട്ട് ഇവരിങ്ങനെ അന്വേഷിച്ച് പിടിച്ചിട്ട് കുറച്ച് കാര്യങ്ങളിൽ പോലീസിനിങ്ങനെ ഡൗട്ട്ഫുള്ളായി. ആ നിൽക്കണ സമയത്താണ്, അതായത് അന്വേഷണം ഇതിപ്പോൾ ഇങ്ങനെയാവോ മറ്റോ മൈക്കിൻ്റെ ആദ്യത്തെ ഭാര്യയ്ക്കിനകത്ത് വല്ല പങ്കുണ്ടാവോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കണ സമയത്താണ് ഈ പെണ്ണും പിള്ള ഓടിക്കതച്ചിട്ട് ഓഫീസറെ മുന്നിലെത്തണത്. എന്നതേ ഇവൻ കൊല്ലാൻ നോക്കണേ, പിടിക്കണേ, സാറെ രക്ഷിക്കണേ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഓഫീസർ ആ ഇൻ്റർവ്യൂ കറക്റ്റ്, ഞാൻ കണ്ട ഇൻ്റർവ്യൂ ആണ് കേട്ടോ, അതിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡീറ്റെയിൽസ്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആദ്യ ഭർത്താവ് മൈക്കിനെ, അപ്പോൾ ഈ പെണ്ണ് വന്നിട്ട് പറയണത് എന്നെ ഇവിടെ തോക്ക് വെച്ച് എനിക്ക് ഭയങ്കര ഇതായി, ഞാൻ ചാവാൻ പോയേ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ആ ഓഫീസർ കറക്റ്റ് പർപ്പസ്ഫുള്ളി ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങളുടെ ആദ്യ ഭർത്താവ് മൈക്കിനപ്പം എന്താ പറ്റിയത്? അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെയാണ് അവർ പറയണത്. അപ്പോൾ അല്ല അങ്ങനെയല്ലല്ലോ, പുള്ളി ഇങ്ങനെ ചെറുപ്പം തൊട്ട് അങ്ങനെ പോകണമല്ലേ പറയുമ്പോൾ ഈ ഓഫീസർ ചോദിക്കണേ എല്ലാ പെണ്ണും ഉത്തരം പറയണേ, പെണ്ണ് അതിനെ ഇങ്ങനെ തിരിക്കുകയാണ്. അപ്പോൾ പോലീസിന് ഏകദേശം ഒരു ധാരണയുണ്ട് ഈ പെണ്ണിനെ പറ്റിയിട്ട്. അതിൻ്റെ അവിടേക്ക് ഞാൻ വരാട്ടാ, അതിന് മുമ്പ് ഇത് പറയട്ടെ. അങ്ങനെ ഇത് പറഞ്ഞു, ഓക്കെ ഒരു പണിയാം ശരിയെന്ന് പറഞ്ഞു. നേരെ ബ്രയാനെ വിളിപ്പിച്ചു, അറസ്റ്റ് ചെയ്തു. കാരണം കിഡ്നാപ്പ് കേസാണ്, അതും ഓൾറെഡി കോടതിയിൽ കേസ് നടക്കണ കാര്യം, ആ പെണ്ണിനെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം, അതിനുള്ളിൽ ഈ പൊട്ടം പോയിട്ട് തോക്കും ചൂണ്ടിട്ട് ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടാ, അത് ഒപ്പിച്ചു. അപ്പോൾ പോലീസ് ആ ഓഫീസർ പറഞ്ഞു, ബ്രയാനെ ഈ കേസിൽ നിനക്ക് 30 വർഷത്തേക്കാണ് നിൻ്റെ ഇടപാട് തീരാൻ പോണത്. 30 വർഷം കഴിഞ്ഞിട്ട് നീ പുറത്തിറങ്ങിയിട്ട് വലിയ കാര്യമില്ല. അതുകൊണ്ട് നീ ഒരു പണി ചെയ്ത് വേണമെങ്കിൽ നീ എങ്ങനെയാണ് മൈക്കിൻ്റെ കാര്യത്തിൽ ഏകദേശം കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം. അത് മാത്രമല്ല, നിൻ്റെ മറ്റേ പെണ്ണുണ്ടല്ലോ, ഏത് ഈ മൈക്കിൻ്റെ ഭാര്യ, അവൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നീ അത് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കേസ് എന്തായാലും കഴിഞ്ഞ കേസാണ്, അത് ക്ലോസ് ചെയ്ത കേസാണ് ഓൾറെഡി. അപ്പോൾ നിനക്കത് നൈസായിട്ട് ഞാൻ മാപ്പുസാക്ഷിയാക്കും ചെയ്യാം. ഒപ്പം തന്നെ ഇതിനകത്ത് 30 കൊല്ലം എന്നുള്ളത് ഒരു 15 കൊല്ലത്തേക്ക് ഞാൻ നിനക്ക് ഇളവ് ചെയ്തു തരാം. പോലീസുകാരൻ്റെ ആ ഒരു കൂർമ്മ ബുദ്ധിയിൽ ഈ പൊട്ടം ഗുണാപ്പൻ എല്ലാം വിളിച്ചാൽ പറഞ്ഞു. അതായത് അവിടെയാണ് ശരിക്കും ലോകത്തിനെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രയാൻ വിളിച്ച് പറയണത്. ചെറുപ്പം തൊട്ടേ ഈ അതീവ സുന്ദരിയായിരുന്ന ഈ പെൺകുട്ടിയിൽ ഇവർ ചെറിയൊരു നോട്ടം ഉണ്ടായിരുന്നു. പക്ഷേ മൈക്ക് വന്നിട്ട് പറഞ്ഞു, ആളിയാ
എനിക്ക് ഇവളെ ലൈനാക്കണം എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഇവൻ വഴിമാറി കൊടുത്തതാ പാവം. പക്ഷേ അങ്ങനെ വഴിമാറി കൊടുത്തിട്ട് ഇങ്ങനെ പോയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടായിരുന്നു അവന്. എന്നാലും വിട്ടു, കാരണം കൂട്ടുകാരൻ്റെ ഭാര്യയല്ലേ. അങ്ങനെ ആശാൻ ഇങ്ങനെ നടന്ന് ഇവർ കല്യാണം കഴിഞ്ഞൊരു 3ഉം 4ഉം ഒക്കെ വർഷമായപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈക്ക് എന്ന് പറഞ്ഞാൽ ജോലിയിലും എന്ത് ചെയ്യുമ്പോഴും ഭയങ്കര സിൻസിയറിറ്റിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ജോലിയിൽ ഫുൾ ഭയങ്കര വർക്ക് ഹോളിക്ക് എന്ന് പറയും നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെ. ജോലി സർവത്ര ജോലി. അപ്പോൾ ഇവൻ വീട്ടിലേക്ക് വരാനോ ആ കാര്യങ്ങൾക്ക് കുറച്ചൊക്കെ ഒന്ന് പുറകോട്ടായി. അപ്പോൾ ഇവരുടെ പല കാര്യങ്ങളിലും ഷോപ്പിങ്ങിന് പോണ അങ്ങനത്തെ പല പല കാര്യങ്ങളിലും ഇവൻ പറയുന്നത് നീ ഒരു പണി ബ്രയാനെ കൊണ്ട് പൊക്ക എന്ന് പറയണേ. അപ്പോൾ ഈ ഇവൻ്റെ കുടുംബത്ത് ഇല്ലാത്തൊരവസ്ഥയും പിന്നെ ആ ഒരു സാഹചര്യവും പിന്നെ ആ പണ്ടത്തെ ആ ഒരു സംഗതിയും എല്ലാം കൂടി എല്ലാം കൊണ്ടും നല്ല കാലാവസ്ഥയായി അവിടെ. എന്തിനു പറയണു, രണ്ടും തമ്മിൽ ഇടപാടായി. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഭയങ്കര ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മൈക്കിന് ചെറിയൊരു സംശയം തോന്നി, എന്തോ ഒരു പശപ്പശക്ക് ഉണ്ടല്ലോ എൻ്റെ ഭാര്യയ്ക്ക് എന്നുള്ളത്. അങ്ങനെ ഈ പാപം അപ്പോഴും ഈ ബ്രയാൻ്റെ കൂടെ 2 സ്മോളൊക്കെ അടിച്ചിട്ട് പറഞ്ഞൂടാ അവൾക്ക് വേറെ ആരായിട്ട് എന്തോ ഒരു പരിപാടി ഉണ്ടാ, കാരണം ആ പഴയ ഒരു ഇതൊന്നും ഇല്ല, എന്തോ പറ്റുന്നുണ്ടെന്ന്. ഇവൻ പറയണത് തന്നെ ഈ വെയിൽ തന്നെ വിളവ് തന്നെയാണ്, മനസ്സിലാവണ്ട. ഇവൻ ആരോട് ഇത് പറയണത്, ഈ പണി ഒപ്പിക്കുന്നതിൻ്റെ അടുത്ത് പോയിട്ട് പറയണേ. അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലടാ, ആയിരിക്കും നമുക്ക് വേറെ തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇടയ്ക്ക് മുമ്പായിട്ടാണ് ഇവൻ്റെ അപ്പം മരിക്കണതും അങ്ങനത്തെ ഇൻഷുറൻസും അല്ലെങ്കിൽ എടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രയാൻ കറക്റ്റായിട്ട് പോലീസിനോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവരാദ്യം പ്ലാൻ ചെയ്തത് നമുക്ക് ഒന്നിക്കാം, നമുക്ക് രണ്ടുപേരും ഡിവോഴ്സ് ചെയ്ത് ഒന്നിക്കാം. പക്ഷേ ഈ പെണ്ണ് പറഞ്ഞു നമുക്ക് അവരെ കൊന്നുകളയാം, ഡിവോഴ്സ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ ബ്രയാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിനക്ക് കാശുകാരിയായിട്ടുള്ള വിധവയാവണോ അതോ കാശില്ലാത്തൊരു ഡിവോഴ്സി ആവണോ? പെണ്ണ് തീർച്ചയായിട്ടും പറഞ്ഞു എനിക്ക് കാശുകാരിയായിട്ടുള്ള വിധവ ആയാൽ മതി എന്ന് പറഞ്ഞു. അതായത് ഭർത്താവിനെ കൊന്നു കഴിഞ്ഞാൽ ആ 1.7 മില്യൺ ഇങ്ങോട്ട് പോരും. ഓക്കെ, അപ്പോൾ ഈ പെണ്ണ് ഡിമാൻഡ് ചെയ്തു ഒരു പണിയാം, നമുക്ക് നിൻ്റെ ഭാര്യയും കൂടി തട്ടാം എന്ന് പറഞ്ഞു. അവിടെ ബ്രയാന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സ്വന്തം ഭാര്യനെ കൊല്ലാനായിട്ട്. ബ്രയാൻ പറഞ്ഞു അവളെ കൊന്നു കഴിഞ്ഞാൽ കൊച്ചിന് അമ്മേനെ നഷ്ടപ്പെടും, അപ്പനെ നഷ്ടപ്പെട്ടാൽ കുഴപ്പമൊന്നുമില്ല, അമ്മേനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ഞാൻ അവളെ ഡൈവോഴ്സ് ചെയ്തോളാം, ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഡിവോഴ്സ് ആൾക്ക് ആവശ്യമുള്ള കൊടുത്തു കഴിഞ്ഞാൽ അവളെ കൊച്ചിന് കൊണ്ടുപോയി പൊക്കോളും, നമുക്ക് കൊച്ചിൻ്റെ കസ്റ്റഡിനും വേണ്ട ഒന്നും ടൈം വേണ്ട, അങ്ങോട്ട് പൊക്കോട്ടാ വൈകി, നമുക്കുണ്ട് സുഖമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, ഭർത്താവിനെ കൊന്നിട്ട് ആ ഇൻഷുറൻസ് കാശ് കൊടുത്തിട്ടാണ് നൈസായിട്ട് ഈ പെണ്ണ് ജീവിക്കാനായിട്ട് തീരുമാനിക്കണേ. അങ്ങനെ ആ പെണ്ണ് അന്ന് ഹണ്ടിങ്ങിന് പോകുമ്പോൾ ആക്ച്വലി അന്ന് ബ്രയാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ പോയിട്ട് ഈ തെമ്മാടി ചെയ്ത് പണി എന്താണെന്ന് വെച്ചെങ്കിൽ ഇവൻ ഇങ്ങനെ പോയി ഈ വെയിലൊക്കെ ഇട്ടിട്ട് ഇവ ഇങ്ങനെ ബോട്ടിൽ നിൽക്കണ സമയത്ത് ബോട്ടിൽ നിന്നിട്ട് നോക്കില്ല, അവിടെ താറാവളെ നോക്കുമല്ലോ, ആ സമയത്ത് ഇവൻ നൈസായിട്ടൊരു ചവിട്ടി ചവിട്ടി കഴിഞ്ഞപ്പോൾ ഇവൻ വെള്ളത്തേക്ക് വീണു. ഇവൻ പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇവൻ ഈ മറ്റേ വെയിലിട്ടുണ്ടല്ലോ, വെയിലിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഡ്രൗൺ അത് മുങ്ങിക്കഴിഞ്ഞാൽ വെള്ളം കയറും, പിന്നെ വെള്ളത്തിൻ്റെ വെയിറ്റ് കാരണം പൊങ്ങാൻ പറ്റില്ല. പക്ഷേ ഈ ലേക്കിന് പ്രത്യേകത ഉള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേക്കടി പോലെയാണ്. നമ്മുടെ മുല്ലപ്പെരിയാർ കെട്ടിയപ്പോൾ ബൈ പ്രൊഡക്റ്റായിട്ട് തേക്കടി ഉണ്ടായ പോലെ കുറേ സ്റ്റമ്പുകൾ നിൽക്കുന്നുണ്ട്, എന്താ പറയുക മരക്കുറ്റികൾ. ഈ മരക്കുറ്റിയിൽ ഒരെണ്ണത്തിൽ പിടിച്ചിട്ട് ഇവൻ മുകളിലേക്ക് കയറിയെന്ന് മാത്രമല്ല, ഇവൻ പണ്ടാറ അത്ലറ്റിക്സും ഭയങ്കര ആരോഗ്യമാണല്ലോ, ഇവൻ ആ നിന്ന നിപ്പിൽ തന്നെ നൈസായിട്ട് ഈ വെയ്ഡ് ഇവിടെ നിന്ന് ഊരിയവൻ, എന്നിട്ട് വെയ്ഡിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കയറി മരത്തുമ്പോൾ കയറി എന്നിട്ട് അവ അവിടെ നിന്ന് അലറി. അവനാ ഇതിൻ്റെ കൺഫെഷൻ്റെ വീഡിയോ ഉണ്ട്, അതിനകത്ത് ഇയാൾ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞിട്ടാണ് പറയണത്. അവൻ ഇങ്ങനെ അലറിക്കൊണ്ടിരുന്നു, നീ എന്താ കാണിച്ചതെന്ന് ചോദിച്ചിട്ട്. അവൻ ഒരു തമാശയാണ്, പക്ഷേ അലറിക്കൊണ്ടിരുന്ന അവനെ ഞാൻ എൻ്റെ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഈ 12 കൊല്ലം കൂടെ തോളത്ത് കൈയിട്ട് നടന്ന ഒരു കൂട്ടുകാരനെ നൈസായിട്ട് ഒരു ഒറ്റ മിനിറ്റ് ഉണ്ട്. അതായത് ഇവൻ ഇങ്ങനെ പൊങ്ങി വരുന്നത് പ്രതീക്ഷ അവനുണ്ടായില്ല. ഇവൻ പൊങ്ങി വന്നപ്പോൾ ഇവൻ പപ്പയായി, കാരണം ഇവൻ 6ാം ക്ലാസ് 6 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ അഭ്യാസം ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പം നമ്മളിപ്പോൾ അല്ലേ കടലിൻ്റെ മക്കൾ എന്നൊക്കെയും പറയില്ലേ, ഇവർക്കെന്ന് പറഞ്ഞാൽ കടപ്പുറത്ത് കിടന്ന് കളിച്ചുള്ളതാ. ഇവർ കടലിൽ എങ്ങിട്ടാലും തിരിച്ചു വരും എന്ന് പറഞ്ഞ പോലെയാണ് ഈ ചക്കനും. അത്രയും കൂടെ വൈഭവം ഇവനില്ല, ആർക്കില്ല, നമ്മുടെ ബ്രയാനില്ല. അപ്പം ഇവൻ പ്രതീക്ഷിച്ചത് ഇവൻ മുങ്ങുന്ന, പക്ഷെ മുങ്ങിയിട്ട് ഇവൻ പൊങ്ങി ഈ സാധനം ഊരിട്ടൊരു വരവ വന്നു, അതിൽ ഇവൻ്റെ കിളി പോയി. അങ്ങനെ ഇവൻ വെടിവെച്ചു, അങ്ങനെ അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പിടുത്തില്ല. അങ്ങനെ അവൻ നൈസായിട്ട് അവനറിയാം ഇവിടെ ഈ ഭാഗത്ത് അന്വേഷണം വരുന്ന അറിയാം, നൈസായിട്ട് ബോട്ട് ഒരു സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ഇവൻ്റെ ബോഡി ഒരു ടാർപ്പാളിൽ പോയിഞ്ഞിട്ട്
ഇവരുമായി ഈ ചതുപ്പായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേറൊരു കാട്ടി കൊണ്ടിട്ട് കുഴിച്ചിട്ടു. അത് കുഴിച്ചിട്ട് ഈ ബ്ലീച്ചും തേങ്ങ വാങ്ങിക്കി അന്നും അവിടെ വെതറി. അതുകൊണ്ടാണ് അവൻ ആ പെണ്ണുമായിട്ട് സംസാരിക്കാൻ വന്നപ്പോൾ കാറിനകത്ത് ഈ തുണികളും ബ്ലീച്ചും ടൂൾസും കൊണ്ടുവന്നത്. ഓൾറെഡി ഒരു പണി ചെയ്തവനറിയാം ഇങ്ങനെ ചെയ്തിട്ട് ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ദ്രവിച്ച് പോകുന്നു, പെട്ടെന്ന് മണം പിടിക്കില്ല എന്നുള്ള ആ സംഭവം അറിയാവുന്നതുകൊണ്ടാണ് അണ്ണൻ വീണ്ടും പണിക്ക് വേണ്ടി വന്നത്. അതുകൊണ്ടാണ് അവളിത് കണ്ടപ്പോൾ അവൾക്ക് ഓർമ്മ വന്നിട്ട് വീണ്ടും അവൾ വേറെ സ്റ്റേഷനിലേക്ക് ഓടിയത് പണി കിട്ടുമെന്ന് വെച്ചിട്ട്. അവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. അവസാനം കോടതിയിൽ കേസ് ട്രയലിന് വന്നു. ആദ്യം ബ്രയാനാണ് സംഭവം ട്രയലിന് വന്നത്. ബ്രയാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ കൺഫസ് ചെയ്തു, സമ്മതിച്ചു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞു. അങ്ങനെ 18 വർഷങ്ങൾക്ക് ശേഷം ബ്രയാന് ജയിൽ ശിക്ഷ കിട്ടുകയാണ്. 20 വർഷത്തേക്ക് നോൺ ബെയിൽ, അതായത് ഒരു പരോളിലൊരു തേങ്ങയില്ല, അവിടെ പോയ 20 വർഷം കിടന്നേക്കണം, വേറെ വർത്താനില്ല. അങ്ങനെ പറഞ്ഞിട്ട് അതിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഈ പെണ്ണിൻ്റെ അടുത്തേക്ക് വരികയാണ് ട്രയലായിട്ട്. ട്രയൽ മീൻസ് നമ്മുടെ പെണ്ണിൻ്റെ കേസ് വിളിച്ചു. അങ്ങനെ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, അയ്യോ ഇയാൾ കാരണം ഭയങ്കര പ്രശ്നമായി, എനിക്ക് ഉറക്കത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് സ്വപ്നം കാണണേ തോക്ക് വയ്ക്കണതായിട്ട്, ഇയാൾ ഒരു കാരണവശാലും പുറത്ത് വിടല്ലേ എന്നും പണ്ട് കിടന്ന് അലറി. അപ്പോൾ ജഡ്ജി പറഞ്ഞു, അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിയോളാം, നിൻ്റെ കാര്യം ഇപ്പം എന്താ ചെയ്യണമെന്നുള്ള നിനക്കുള്ള വടി വെട്ടാൻ പോയിട്ടുള്ളൂ, വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഈ പെണ്ണിനും കൊടുത്തു 20 വർഷത്തേക്കുള്ള തടവ്. അങ്ങനെ ഈ ഇവരുടെ അമ്മ, ആ അമ്മേനെ കാണട്ടെ, രണ്ട് സൈഡിൽ ഇങ്ങനെ മുടി, ഇങ്ങനെ വെളുത്ത മുടിനെ കെട്ടിയിട്ടേ അതിൻ്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇത് നമുക്ക് ഞാൻ പറ്റി. ഞാൻ ഈ സൈഡിൽ ഞാൻ ഫോട്ടോ അതിൻ്റെ വെക്കാം. ആ അമ്മമ്മയുടെ ഭയങ്കര ഒരു ക്യൂട്ട് അമ്മമ്മ. ആ അമ്മമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. സമൂഹത്തിൽ ഇവളും കുറച്ച് ആൾക്കാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തി, എനിക്ക് ഭ്രാന്താണെന്നും പറഞ്ഞിട്ട്. അതോടൊപ്പം തന്നെ ഞാൻ എപ്പോൾ വിളിക്കുമ്പോൾ സംസാരിക്കാൻ പറയും, എനിക്ക് നിങ്ങളുടെ പേര് കേൾക്കണ്ട, മൈക്കിൻ്റെ പേര് ഒരു ഇതിലും വരാൻ പാടില്ല, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാകണു, പിന്നെ നിങ്ങളുടെ സൗണ്ട് കേൾക്കണ ബുദ്ധിമുട്ടാവണു, അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ഇവരെ മാക്സിമം ഒഴിവാക്കിയിട്ട് ഈ ഒരു മോളുണ്ടായിരുന്നു, ഈ മൈക്കിനൊരു മോളുണ്ടല്ലോ, ആ മോളെയും കൊണ്ടാണല്ലോ ഇവള് ബ്രയാൻ്റെ കൂടെ താമസിക്കാൻ പോയത്. ആ കൊച്ചിനെ വരെ എന്നിൽ നിന്ന് അകറ്റി, എനിക്ക് ഭ്രാന്താണെന്നും പറഞ്ഞിട്ട്. എൻ്റെ ആ കൂടുതൽ ബ്ലഡ് ലൈൻ എന്ന് പറയുന്നത് എൻ്റെ മകൻ്റെ കുട്ടിയാണ്. ആ കുട്ടീനെ വരെ എന്നിൽ നിന്ന് അകറ്റി. അതുമാത്രമല്ല, ആ കുട്ടിയോട് ചെയ്ത ഏറ്റവും വലിയൊരു ക്രൂരത എന്താണെന്ന് വെച്ചെങ്കിൽ, സ്വന്തം തന്തേനെ വെടിവെച്ച് കൊന്നവനെ തന്ത എന്ന് വിളിപ്പിച്ചു എന്നുള്ളതാണ്. സ്വന്തം ഡാഡീനെ കൊന്നവനെ തന്നെ 18 വർഷത്തോളം, 2000 ഈ സംഭവം ഉണ്ടായിട്ട് 2018 ഈ കേസിന് വിധി വരുന്നത്. 18 വർഷത്തോളം ആ കൊച്ചിനെ കൊണ്ട് അപ്പൻ്റെ കൊലപാതകിയെ തന്നെ തന്ത ഡാഡി എന്ന് വിളിപ്പിച്ചു. അതും വിട്ട് ആ കൊച്ചിനോട് ചെയ്യാൻ പറ്റിയ ക്രൂരത വേറെ ഉണ്ടോ എന്ന് പറയണം. അപ്പോൾ ഇവർ പറയണം നിങ്ങൾ വിക്റ്റിമാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞാൻ വിക്റ്റിമല്ല, ഞാനൊരു ഫൈറ്ററാണ്, എൻ്റെ മകന് വേണ്ടിയിട്ട്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങൾ സാധാ ഫാമിലി ആയിരുന്നു, ഞങ്ങൾ ബസ് ഡ്രൈവറായിരുന്നു എൻ്റെ ഭർത്താവ്. ഞങ്ങൾ ഒരു വീട് മേടിച്ച്, അന്നത്തെ കാലത്ത് വീട് മേടിച്ച് കഴിഞ്ഞാൽ മക്കളുടെ എഡ്യൂക്കേഷൻ, ഇവൻ മൈക്കിനൊരു ചേട്ടനുണ്ട്, അപ്പം മക്കളുടെ എഡ്യൂക്കേഷൻ താഴെ പോവും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾ ട്രെയിലർ ഹോംസിലാണ് ഞങ്ങൾ താമസിച്ചത്. എന്നിട്ടറിയാം, മക്കൾക്ക് പ്രൈവറ്റായിട്ട് എഡ്യൂക്കേഷൻ കൊടുത്ത് ഹൈ ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവരെത്തി, എല്ലാം ചെയ്തു. പക്ഷേ കംപ്ലീറ്റ് ഞങ്ങളുടെ വരെ അധ്വാനങ്ങളെ ഇവളുടെ കഴപ്പുകൊണ്ട് തീർത്തു, നശിപ്പിച്ച് കളഞ്ഞു. അതിന് ബ്രയാൻ കൂട്ടും നിന്നു. ഞാൻ അന്നും പറഞ്ഞു, അവ ഒറ്റയ്ക്ക് ഹണ്ടിങ്ങിന് പോവില്ല, എൻ്റെ മോൻ ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. പക്ഷെ അവരൊക്കെയും അതിനെ ഇതാക്കി. ഈവൻ പള്ളിയിൽ നിന്ന് വരെ ഞാനവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് എന്നെ പ്രാന്തിന്ന് മുദ്രകുത്തി അവിടെ നിന്ന് അച്ഛന്മാർക്ക് എന്നെ അവിടെ നിന്ന് ഓടിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ പെണ്ണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ വന്നിട്ട്, ഇപ്പം നാട്ടിലുണ്ട് ഈ പറഞ്ഞ പരിപാടി, എന്നാലും പറയാണ്, നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ രാജ്യങ്ങളിൽ വരുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ട് കിട്ടുന്നത് കുറേ കൂട്ടുകെട്ടുകളല്ലേ. എല്ലാ കൂട്ടുകെട്ടുകൾക്കും ഒരു അതിര് വരുമ്പോൾ ആവശ്യം, അതില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞമാതിരി അത്ര എളുപ്പമൊന്നും ആവില്ല. പിന്നെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഗുണാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ ഇപ്പം ഇങ്ങനത്തെ കുറേ കേസുകൾ നമുക്കറിയാം, മലയാളികളുടെ തന്നെ ഒരുപാട് കേസ് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഓരോ കേസായിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൊല്ലം മുഴുവൻ പിടിക്കും വീഡിയോ ചെയ്യാനായിട്ട്. അങ്ങോട്ട് ഞാൻ കടക്കണില്ല, ഉദ്ദേശിക്കുന്നില്ലാണ് കടക്കാനായിട്ട്. പക്ഷേ ഇത് നമുക്കൊരു കുടുംബമുണ്ടോ, നമ്മുടെ കുടുംബത്തെ കാര്യങ്ങളിൽ മൂന്നാമത്തെ ഒരാളെ വല്ലാണ്ട് കിടന്നിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ഇടപെടുത്താതിരിക്കുക. പെട്ടെന്ന് ഇമോഷണലായി പോയി. എന്താ കാര്യം വെച്ചാൽ, എനിക്ക് ഇതേമാതിരി ഞാനൊരു 2018 ആ സമയത്ത് കേട്ട് ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിന് ശരിക്കൊരു ഗ്യാപ്പ് ഇട്ട ഒരാളാണ്. അത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനത്തെ അനുഭവമല്ല, പകരം എനിക്കൊരു എന്താ പറയുക, എൻ്റെ അനിയൻ എന്നൊക്കെയും പറയണ പോലെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരുത്തുണ്ടായിരുന്നു. അവൻ PR ആവുന്നതിന് തൊട്ട് മുമ്പ് അവന് നാട്ടിൽ കച്ചവടം കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ അവർക്ക് ബിസിനസ്സുകാരാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ മതി എന്നുള്ളതിൽ അവൻ ഇവിടുന്ന് തിരിച്ചു പോയി. അവസാനം വർക്ക് പെർമിറ്റും കഴിഞ്ഞ് PR നിൽക്കണ ലാസ്റ്റ് ടൈമിൽ പുള്ളി അങ്ങ് പോവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അത് വിഷമം എന്ന് വെച്ചെങ്കിൽ ഞാൻ ഇവനെ അന്ന് എയർപോർട്ടിൽ കൊണ്ടാക്കാൻ ചെന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവൻ വന്നു. ഞാനും എൻ്റെ ഭാര്യയും കൂടിയിട്ട്, പിള്ളേരുണ്ടോ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഭാര്യയും കൂട്ടിയിട്ട് ഞങ്ങൾ ചെന്നു. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഇവനെ യാത്രയാക്കി. ഞാൻ കെട്ടിപ്പിടിച്ചെന്നാൽ പോയിട്ട് നന്നായിട്ട് വാന്ന് പറയുമ്പോൾ എന്തൊക്കെയോ എങ്ങനെ ഇവന് വരിക ഒരു ഭയങ്കരമായിട്ട് അൺകൺട്രോൾഡായി എന്ന് പറയില്ലേ, അങ്ങനെ ആക്കി ഇവന് വേഗം കണ്ണക്കി തുടച്ചവൻ തിരിഞ്ഞു പോലും നോക്കണ്ട പോവാ. എനിക്ക് മനസ്സിലായി ആ പോണ പോക്ക് അവനും കരഞ്ഞിട്ട് പോണേന്ന്. ഞാൻ അന്ന് തിരിച്ച് വണ്ടിയിൽ വന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ പോരുമ്പോൾ എനിക്ക് പറ്റണില്ല. എൻ്റെ ഹാർട്ടിങ്ങനെ വരുന്ന കട അടിക്കുക. എനിക്ക് ഒന്നും വരുന്നില്ല. എനിക്ക് ഏറ്റവും ഇങ്ങനെ എനിക്കല്ല എല്ലാവർക്കും ഇപ്പോൾ വിഷമം ഒരു പരിധി വിട്ട് കൂടി കഴിഞ്ഞാൽ വയലൊന്നും വരില്ലല്ലോ. ഭാര്യ ചോദിക്കണ്ടേ എന്താണ് അവൻ്റെ വീട്ടിലേക്കല്ലേ പോണേ, നമുക്ക് നാട്ടിൽ പോകുമ്പോൾ കാണാമല്ലോ, അവൻ തൃശ്ശൂർക്കാരനാ. അപ്പോൾ ഞാൻ അതൊന്നല്ല, ഞാൻ എൻ്റെ ഭാര്യയോട് പറയണത്, ഇനി മേലാക്ക് എൻ്റെ ഒറ്റ ഫ്രണ്ട്സിന് ഞാൻ ഇത്രയും ചങ്കിൽ കയറ്റി വെക്കില്ല എന്നാണ് ഞാൻ പറയണേ. പക്ഷേ എനിക്കിത് പറയാൻ പറ്റണില്ല. ഞാൻ അങ്ങനെ ഇനിയില്ല എന്നൊക്കെ പറയണുള്ളൂ. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊന്നും ഞാൻ പറഞ്ഞു, ഇനി എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു കൂട്ടുകാരനില്ല. ഇനി ഞാൻ ഇപ്പോൾ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എത്ര വന്നാലും ഞാനൊരു ഗ്യാപ്പ് വിട്ടിട്ട് പിന്നെ അങ്ങോട്ട് ഞാൻ അടുക്കാൻ പോവില്ല. എനിക്കറിയാം ഇത് നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പും ഇങ്ങനത്തെ ബന്ധങ്ങളേക്കും ഒരു കണക്കിന് പറഞ്ഞതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ എങ്ങനെയാണ് ഒരു കൈകാലത്ത് നിൽക്കുമ്പോൾ അല്ലേ, അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാം സൂപ്പറാണ്. അത് ഒരു പരിധി വിട്ട് നെഞ്ചത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പോകുമ്പോഴുള്ള വിഷമം, പിന്നെ ചില കാര്യങ്ങളിലും നോ പറയേണ്ട വരും, അത് പറയാതിരിക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ട്, ഇതൊക്കെ നമുക്കുണ്ടാവും. ഞാൻ ഏകദേശം ഒരാഴ്ചയോളം സത്യം പറഞ്ഞാൽ ഈ ചെറുക്കം പോയിന്റ് ഡിപ്രഷനിലായിരുന്നു. മനസ്സിലാവണ്ട? അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, എല്ലാ ബന്ധങ്ങളും നമുക്ക് വേണം, അടിപൊളിയാണ്, എല്ലാം ആണ്. പക്ഷേ ഈ ഒരു കാര്യം അതുപോലെ തന്നെ ഈ കഥയിൽ ഇത്രയും സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് തോന്നിയത് ആ അമ്മയുടെ ഡയലോഗുകളാണ്. അമ്മയുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞത് പല ആൾക്കാർ ഇവിടെ വന്നതിന് ശേഷം പിന്നെ പേരൻസിൻ്റെ കാര്യത്തിൽ വലിയ ഒന്നുമില്ല, അതെങ്ങനെ അങ്ങനെ എന്ന് പറയും. അത് ചെയ്യരുത്. നമ്മുടെ പേരൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര കഷ്ടപ്പെട്ടു. ഇന്ന് ടെക്നോളജിക്ക് ഉണ്ട്, അന്ന് ടെക്നോളജി ഒന്നുമില്ല. കരപ്പനും പിടിച്ച് നടക്കുമ്പോഴേ അതൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണറുടെ വാക്ക് കേട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടായിരിക്കാം, നമുക്ക് പല പല സംഭവമൊക്കെ ഉണ്ടാവും. എന്നാലും ഇതൊക്കെ ഇടയ്ക്കൊന്ന് ഓർക്കുക. ഭാര്യ ഇട്ടിട്ട് പോയി, സംഭവം പറഞ്ഞ ഇൻഷുറൻസിൻ്റെ കാശും കൊണ്ട് ഭാര്യ അങ്ങ് പോയി കൊച്ചിനും കൊണ്ട്. പക്ഷെ അവൻ്റെ അമ്മയാണ് ഈ സാധനം ഇങ്ങനെ അന്വേഷിച്ച് പിടിച്ച് പിന്നാലെ നടന്ന് ആ പെണ്ണിന് പറ്റാവുന്ന മാതിരി ഒറ്റയാൾ പോരാട്ടം നടത്തി ഈ സാധനം തെളിയിച്ചത്. അപ്പോൾ ആ അമ്മയ്ക്ക് ഒരു അടിപൊളി സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് തൽക്കാലം വിടവാങ്ങണ്. മറ്റൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ശരി.